2001 തമിഴിലിറങ്ങിയ ആക്ഷൻ ഡ്രാമ മൂവിയായ നന്ദ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബാല, അഭിനയിച്ചിരിക്കുന്നത് സൂര്യ, ഷീല കൗർ, രാജ്കിരൺ. ഇത് സൂര്യയുടെ സിനിമ എന്നുള്ള രീതിയിൽ പറയപ്പെടുമ്പോഴും എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ള ഡൗട്ടാണ്. കാരണം ഇതിൻ്റെ പോസ്റ്റർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും കാണുമ്പോഴറിയാം പക്ക ഡാർക്ക് വേൾഡാണ്. ഒരു പ്രാവശ്യം പോലും ചിരിക്കാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചിരിക്കുന്ന, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന സൂര്യയുടെ ക്യാരക്ടർ ആ ഒരു മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ ബാലയുടെ സിനിമകൾ ഒക്കെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മൂഡിൽ പോകുന്ന ഇതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റി വെച്ചിരുന്നതും. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ക്ലീഷേ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു രസമുണ്ടായിരുന്നു. ആ ടൈമിൽ എടുത്തിട്ട് പോലും ഇതിൻ്റെ വിഷ്വൽസൊക്കെ വളരെ രസമുണ്ടായിരുന്നു. ഫ്രെയിമുകളും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, നായകൻ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അച്ഛനെ കൊന്ന് അതിൻ്റെ പേരിൽ അവൻ ജയിലിൽ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അമ്മ ഇവനെ വീട്ടിലേക്ക് കയറ്റുന്നില്ല. അമ്മ ഇവനോട് ഉടക്കി നിൽക്കുന്നു. അങ്ങനെ ഇവൻ ഒരു കോളേജിൽ ചേരുന്നു. ഇവന് നന്നാകണമെന്നുള്ള രീതിയിൽ കോളേജിൽ ചെല്ലുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ ഒരു വളരെ ഹോൾഡുള്ള ഒരാളുമായിട്ട് ഈ നായകന് സൗഹൃദം ഉണ്ടാവുകയും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. ഇത് മിക്കവരും എന്ന് പറഞ്ഞാൽ സൂര്യ ഫാൻസ് അല്ലാതെ അധികം ആരും കാണാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ വളരെ സിനിമാ പ്രേമികളായിട്ടുള്ളവർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാറ്റി വെച്ചിരുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് ഫീലൊക്കെ ആയതുകൊണ്ട് തന്നെ പതുക്കെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടു നോക്കാവുന്ന സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ടുണ്ട്.